ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 5G വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്കതിനകത്ത് പറഞ്ഞത് ജനറൽ സർവീസാണ്. ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. പിന്നെ പറഞ്ഞാൽ നമ്മളതിൻ്റെ ഫ്രണ്ട് വെട്ടൽ പറഞ്ഞിട്ടുണ്ട്, മൈലേജ് ഷോട്ട്, ഇത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് ഫ്രണ്ട് നല്ല രീതിയിൽ വെട്ടൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടയർ റൊട്ടേഷൻ ചെയ്തിട്ടുണ്ട്. ഇത് നിലവിൽ ഫ്രണ്ടിൽ കിടന്നിരുന്ന വീലാണ്, ടയറാണ്. അപ്പോൾ ഞാനത് നേരെ ബാക്കിലേക്ക് ഇട്ടിട്ട് ബാക്കിൽ നിന്ന് ടയർ ഫ്രണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ വെട്ടലിൻ്റെ കേസ് സോൾവ് ആയിട്ടുണ്ട്. പക്ഷേ 100% അല്ല, ബാക്കിൽ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എഞ്ചിൻ്റെയും ഫുൾ ലോഡ് എടുത്ത് ഓടുമ്പോൾ ചെറിയൊരു വേരിയേഷൻസ് ഉണ്ടാവും. എന്നാലും നമുക്കിപ്പോൾ കാണിച്ചുകൊണ്ടിരുന്ന വെട്ടലൊന്നുമില്ല, അത് ടയറിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ്, നമുക്ക് ബാക്കിൽ കിടക്കുന്ന ടയർ പെട്ടെന്ന് തീരും. ആ തീരണ സമയത്ത് പുതിയ ടയർ ഇടണം, ഇതേപോലെ തന്നെ ടയർ ഇടാം, എന്നിട്ട് അത് വീണ്ടും റൊട്ടേഷനിലേക്ക് ഇടാം. അപ്പോഴാണ് കറക്റ്റാக കംപ്ലൈൻറ്റ് മാറുള്ളൂ കേട്ടോ. ചെറുതായിട്ടുണ്ടാവും, ഇപ്പോൾ ഉണ്ടായതിൻ്റെ ഒരു 90% മാറിയിട്ടുണ്ട്, എന്നാലും 10% കാണിക്കുക തന്നെ. പിന്നെ നമ്മളതിൻ്റെ വർക്കിന് കയറ്റി നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം വെച്ചൊക്കെ അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. ഈ സൈഡിൽ ചെറിയൊരു ഓയിൽ ലീക്കിൻ്റെ ആരംഭം തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് കൂടുതൽ ലീക്കേജ് വരാണെങ്കിൽ അടുത്ത സർവീസിൽ അയച്ച് അതിൻ്റെ ഓയിൽ സീലൊക്കെ മാറ്റേണ്ടതായിട്ട് വരും. അഴിക്കുമ്പോൾ ഗിയർ ബോക്സിൻ്റെ ഉള്ളിലാണ് ഓയിൽ സീൽ വരാം. അഴിച്ച് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 1000 രൂപ ചിലവുള്ള കേസാണ്. ഇപ്പോൾ നമുക്ക് തുടങ്ങിയിട്ടുള്ള ആരംഭമാണ്, പരമാവധി ഉപയോഗിച്ചതിന് ശേഷം നോക്കിയിട്ട് ചെയ്താൽ മതി. ഗിയർ ഓയിൽ കാര്യങ്ങൾ നോക്കി കറക്റ്റ് ചെയ്ത് ടോപ്പ് ചെയ്ത് വിട്ടേക്കാം കേട്ടോ. പിന്നെ അതേപോലെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച് സൈഡൊക്കെ അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ നമുക്ക് കമ്പനി ഫിൽറ്റർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്, പുതിയ ഫിൽറ്ററാണ്. അപ്പോൾ നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ച് ഫുള്ളായിട്ട് അയച്ചിട്ടുണ്ട് നമ്മൾ. ക്ലച്ച് ഗ്രീസിങ്, ബെൽറ്റിൻ്റെ കണ്ടീഷൻ, വേരിയേറ്റർ ബോഡി, ബെൻഡെക്സ് ഇതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. നിലവിൽ നമുക്ക് വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് കിടക്കണേ, നല്ല ബെൽറ്റാണ്, ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. വേരിയേറ്റർ ബോഡി, ക്ലച്ച് യൂണിറ്റ് വേറെ പറയത്തെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. അപ്പോൾ അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഇടാതെ എയർ അടിച്ച് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ആക്കാം. ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, വേറെ കംപ്ലൈൻറ്റ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് നിലവിൽ ക്ലച്ചിൽ വേറെ പറയത്തെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല. അഴിച്ച് ഗ്രീസ് ചെയ്യുക, റീസെറ്റ് ചെയ്യുക. പിന്നെ ഈ ഭാഗത്തേക്ക് നമുക്ക് എഞ്ചിൻ ഹെഡിൻ്റെ സൈഡിൽ ഒരു ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട്. ആ കവർ ഗ്യാസ്കറ്റ് ലീക്ക് ആയതാണ്, കൈയോടെ നമുക്കത് മാറ്റിയിടണം ബെറ്റർ കേട്ടോ. പിന്നെ ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിൾ രണ്ടും നമ്മൾ ചെക്ക് ചെയ്ത് വേറെ പറയത്തെ കംപ്ലൈൻറ്റ് ഇല്ല. മൈലേജ് ഷോട്ട് പറഞ്ഞിട്ടുണ്ട്, അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, പുറമേ നിന്ന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇനിയിപ്പോൾ അഡീഷണൽ ആയിട്ട് നമുക്ക് ഒരു കാർബറേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യണം നല്ലതാണ്. കാരണം കാർബറേറ്റർ ക്ലീനിങ് ജെറ്റുകൾ കാര്യങ്ങൾ ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്കത് അഴിച്ച് ക്ലീൻ ചെയ്താലാണ് അറിയാൻ പറ്റുള്ളൂ. നമുക്ക് ജനറൽ സർവീസിൽ വന്ന വർക്കല്ല, പുറമെ വന്ന വർക്കാണ് കാർബറേറ്റർ ക്ലീനിങ്. ഏകദേശം നമുക്ക് ഒരു 500-550 ചിലവിൻ്റെ കേസാണ്. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞേക്കാം, ഞാൻ എസ്റ്റിമേറ്റിന് ഉൾപ്പെടുത്തിയേക്കാം, നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബുഷുകൾ നമ്മൾ ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. ഗ്രീൻ ബുഷ് കംപ്ലൈൻറ്റ് ഉണ്ട്, ലിങ്കിൻ്റെ കോളർ ബുഷ് കംപ്ലൈൻറ്റ് ഉണ്ട്, അത് നമുക്ക് മാറ്റിയിടണം കേട്ടോ. ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബാറ്ററി ഇതുമേ ഇരിക്കുന്ന ബാറ്ററി ആമറോണിൻ്റെ ബാറ്ററിയാണ്, 2023 ബാറ്ററിയാണ്. വോൾട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് 13.225 വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ 9.40. അപ്പോൾ നിലവിൽ വേറെ ബാറ്ററിയുടെ ഭാഗത്ത് കുഴപ്പമൊന്നുമില്ല. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമുക്ക് മാറ്റിയിടണം. അതേപോലെ തന്നെ പ്ലഗ് നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. ഇത്ര കേസാണ് മെയിനായിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് വന്ന വർക്കുകളാണ് ഭൂരിഭാഗം വർക്കുകളും. അതിന് അഡീഷണൽ ആയിട്ട് വന്നത് മൈലേജ് ഷോട്ട് പറഞ്ഞതുകൊണ്ട് നമുക്ക് കാർബറേറ്റർ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം, വീഡിയോ സഹിതം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം. റിപ്ലൈ കിട്ടിയിട്ട് വേണം നമുക്കതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ.